പാതിവേള തട്ടിപ്പ് കേസിൽ 12 ഇടങ്ങളിൽ ഇഡി റെയ്ഡ്. സായി ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാർ, കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് എന്നിവരുടെ വീടുകളിൽ ഉൾപ്പെടെയാണ് റെയ്ഡ് നടക്കുന്നത്. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കുന്ന നവമി, ഇഡി നേരത്തെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു, അന്വേഷണ സംഘത്തോട് രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പിക്കുകയാണോ? നവമി, കേൾക്കാമോ? രഞ്ജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ലാലി വിൻസന്റെ ഓഫീസിന് മുന്നിൽ. അവരിവിടെ തന്നെയാണ്, ഈ ഫ്ളാറ്റിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇവിടെയാണ് ലാലി വിൻസെന്റ് താമസിക്കുന്നത്. ഇവിടെയാണ് ലാലി വിൻസെന്റിന്റെ ഇഡി ഓഫീസിലും ഒപ്പം ഈ ഫ്ളാറ്റിലും റെയ്ഡ് നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ കാണുന്നത് തന്നെയാണ് ലാലി വിൻസെന്റിന്റെ ഓഫീസും. നമ്മൾ ഉടനെ തന്നെ ഇഡിയുടെ റെയ്ഡ് എവിടെയാണ് നടക്കുന്നതെന്ന് ഒന്ന് അന്വേഷിക്കുകയാണ്. എന്തായാലും ഈ പാതിവില തട്ടിപ്പ് കേസിൽ തുടക്കം മുതൽ തന്നെ കേൾക്കുന്നതാണ് ഈ ലാലി വിൻസെന്റിന്റെ പേരും. ഈ അനന്തു കൃഷ്ണന്റെ ലീഗൽ ഈ അഭിഭാഷകയായിട്ട് അല്ലെങ്കിൽ നവമി ദിനേശാണ് അവിടെ ഉള്ളത്. ലാലി വിൻസെന്റിന്റെ വീട്ടിലാണ് നവമി ഉള്ളത്. നമുക്ക് മനസ്സിലാകുന്നത് തിരുവനന്തപുരത്ത് ആനന്ദകൃഷ്ണന്റെ വീട്ടിലും ഒപ്പം ലാലി വിൻസെന്റിന്റെ കൊച്ചിയിലെ വീട്ടിലും അടക്കം ഉള്ള സ്ഥലങ്ങളിൽ ഇഡിയുടെ റെയ്ഡ് നടക്കുന്നുവെന്ന് വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. മൊത്തം 12 ഇടങ്ങളിലാണ് ഇപ്പോൾ ഇഡി റെയ്ഡ് നടത്തുന്നത്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇഡി അന്വേഷണം ഏറ്റെടുക്കുന്നു, ഇഡി റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു എന്ന വിവരം പുറത്തുവരുന്നത്. നമുക്കറിയാം, 1000ഓളം കോടി രൂപയുടെ വലിയ തട്ടിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ എമ്പാടും അരങ്ങേറിയത്. നിരവധി സാധാരണക്കാരായ ആളുകൾക്ക് പണം നഷ്ടപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷെ പണം എങ്ങോട്ട് പോയി എന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് വ്യക്തതയില്ലാത്ത പശ്ചാത്തലമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇഡി ഈ വിഷയത്തിൽ ഇടപെടുകയും കാര്യക്ഷമമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ലാലി വിൻസെന്റ്, നമുക്കറിയാം, ഈ കേസിൽ ആരോപണ വിധേയയാണ്, കോൺഗ്രസ് നേതാവാണ്. അവർ ഈ ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അറസ്റ്റിലായ ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് ലാലി വിൻസെന്റിന്റെ പങ്കാളിത്തമില്ല എന്ന് പറയുമ്പോഴും ഇവരുടെ പങ്കാളിത്തം സംബന്ധിച്ച് ഇഡിക്ക് ചില സംശയങ്ങളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. നവമി, തുടരാം. രഞ്ജിത്ത്, ഈ ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റിലും ഒപ്പം ലാലി വിൻസെന്റിന്റെ ഓഫീസിലുമാണ് ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്നത്. ഈ മറൈൻ ഡ്രൈവിലുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് ലാലി വിൻസെന്റ് താമസിക്കുന്നത്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഈ റെയ്ഡ് നടക്കുന്നത് എവിടെയാണ് എന്നൊന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ഉയർന്നു വരുന്ന പേരായിരുന്നു ലാലി വിൻസെന്റിന്റേതും. കാരണം ഈ അനന്തു കൃഷ്ണന്റെ ലീഗൽ അഡ്വൈസർ ആയിട്ടായിരുന്നു ലാലി വിൻസെന്റ് പ്രവർത്തിച്ചിരുന്നത്. ഈ സമയത്ത് തന്നെ ഈ ഇഡിയുടെ അന്വേഷണം ആരംഭിച്ചത് മുതൽ തന്നെ, അല്ലെങ്കിൽ അനന്തുകൃഷ്ണൻ ലാലി വിൻസെന്റിന് പണം കൈമാറിയിട്ടുണ്ട്. അതെല്ലാം ലാലി കൃഷ്ണൻ തുടക്കം മുതൽ പറഞ്ഞത്, ഈ തുക കൈമാറിയത് താൻ ഈ സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ അനന്തുകൃഷ്ണന്റെ സ്ഥാപനത്തിന്റെ ലീഗൽ അഡ്വൈസറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് താൻ ഈ തുക താൻ ഈ പണം കൈപ്പറ്റിയതെന്നായിരുന്നു ലാലി വിൻസെന്റ് തുടക്കം മുതൽ തന്നെ പറഞ്ഞിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ ഇഡിയും. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള എത്ര രൂപയാണ് ഈ അനന്തകൃഷ്ണൻ പറയുന്നത് കൃത്യമാണോ, എത്ര രൂപയാണ് ലാലി വിൻസെന്റ് കൈമാറിയിട്ടുള്ളത്, ഒപ്പം ഈ അനന്തകൃഷ്ണന്റെ മറ്റ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാട് അനന്തകൃഷ്ണൻ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. അനന്തു കൃഷ്ണനും ലാലി വിൻസെന്റുമായുള്ള ഇടപാടുകളുടെ വിശദാംശങ്ങൾ തേടുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡി റെയ്ഡ് പുരോഗമിക്കുന്നു എന്ന അതിനിർണായകമായ വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്.
ഇതിലേക്ക് തിരിച്ചു വരണം അല്പസമയത്തിനകം തന്നെ. ഏതായാലും 12 ഇടങ്ങളിൽ, സംസ്ഥാനത്ത് 12 ഇടങ്ങളിൽ ഇഡിയുടെ റെയ്ഡാണ്. അതിൽ പ്രധാനപ്പെട്ടത് സായി ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന്റെ വീട്ടിൽ, കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് എന്നിവരുടെ വീടുകളിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുന്നു എന്ന സുപ്രധാനമായ വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. നവമി ദിനേശ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നവമി, അവിടെ ലാലി വിൻസെന്റിന്റെ ഓഫീസും വീടുമായി പ്രവർത്തിക്കുന്ന ഫ്ളാറ്റിലുണ്ട്. അല്പസമയത്തിനകം നവമിയിലേക്ക് എത്താം. വിശദാംശങ്ങൾ നമുക്ക് തേടേണ്ടതുണ്ട് എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തട്ടിപ്പ് കേസിൽ 12 ഇടങ്ങളിൽ ഇഡി റെയ്ഡ് എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. സായി ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാർ, കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് എന്നിവരുടെ വീടുകളിൽ ഉൾപ്പെടെയാണ് റെയ്ഡ് പുരോഗമിക്കുന്നത്. നവമി, വിശദാംശങ്ങൾ ലഭ്യമായോ? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ലാലി വിൻസെന്റിന്റെ വീടിന്റെ മുന്നിലാണ് നവമി ഉള്ളത് എന്നാണ്. ഇഡി സംഘം അകത്തുണ്ടോ? രഞ്ജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റിന് മുന്നിലാണ്. മറൈൻ ഡ്രൈവിലുള്ള വസന്ത വിഹാർ ഫ്ളാറ്റിലെ 108 നമ്പർ മുറി, ഈ ഫ്ളാറ്റിലാണ് അവർ താമസിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇഡി സംഘം ഉണ്ട്. അവർ അകത്താണ്. ഇപ്പോൾ ഡോറ് അടച്ചിരിക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ ഉള്ളിൽ കയറി അവർ പരിശോധന നടത്തുകയാണ്. പ്രധാനമായും ഇഡി അന്വേഷിക്കുന്നത്, അതായത് ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണനിൽ നിന്നും ചില വിവരങ്ങൾ, നിർണായകമായിട്ടുള്ള വിവരങ്ങളൊക്കെ പോലീസിനും ക്രൈംബ്രാഞ്ചിനും ഒക്കെ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി ഇതിലൊരു കള്ളപ്പണ ഇടപാട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു നിഗമനത്തിലേക്ക് ഇഡിയും എത്തി നിൽക്കുകയും ഇഡി തന്നെ ഇത് പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയും ചെയ്തു. ഇതിൽ ലാലി വിൻസെന്റിന്റെ പങ്ക്, ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണന്റെ ലീഗൽ അഡ്വൈസർ ആയിട്ടായിരുന്നു ലാലി വിൻസെന്റ് പ്രവർത്തിച്ചിരുന്നത്. ഇതിൽ നിന്നും 45 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന് ലാലി വിൻസെന്റ് സ്ഥിരീകരിക്കുന്ന സാഹചര്യവുമുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇഡി അന്വേഷിക്കുന്നത് ഈ തുക, ഈ പറയുന്ന 45 ലക്ഷം രൂപ തന്നെയാണോ ലഭിച്ചിരിക്കുന്നത്, മറ്റ് കൂടുതൽ തുക ലഭിച്ചിട്ടുണ്ടോ, മറ്റേതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകൾ ഇവിടെ നടക്കുന്നുണ്ടോ എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും ഇഡി അന്വേഷിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള രേഖകളാണ് ഇവിടെ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഇവിടെ താഴെ തന്നെയാണ് ലാലി വിൻസെന്റിന്റെ ഓഫീസും അഭിഭാഷക ഓഫീസും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഫ്ളാറ്റിലെത്തി പ്രധാനമായും ആ രേഖകൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഇഡി സംഘം. ഈ അനന്തകൃഷ്ണൻ, ലാലി വിൻസെന്റ് ഇവിടെയുണ്ട്. ലാലി വിൻസെന്റിനും അകത്തുണ്ട്. ലാലി വിൻസെന്റിന് വീടിന്റെ ഉള്ളിലുണ്ട്. ലാലി വിൻസെന്റിന്റെ ഒരു നിരീക്ഷണത്തിൽ തന്നെ, അല്ലെങ്കിൽ അവരോട് കൃത്യമായി വിവരങ്ങൾ ചോദിച്ചറിയുന്ന ഒരു സാഹചര്യമാണ് പ്രധാനമായും ഇഡി കണ്ടെത്തുന്നത്. ഈ അനന്തകൃഷ്ണനുമായി ഏതൊക്കെ തരത്തിലുള്ള ഇടപാടുകൾ, സാമ്പത്തിക ഇടപാടാണ് ലാലി വിൻസെന്റ് ഉള്ളത്, ഈ പറയുന്ന തുക മാത്രമാണോ, അതായത് ഈ ഒരു അഭിഭാഷക എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഈ ഒരു ലീഗൽ അഡ്വൈസർ എന്ന നിലയിൽ മാത്രം എടുത്ത തുക തന്നെയാണോ, അത് തന്നെയാണോ അനന്തകൃഷ്ണനിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നത്? അതായത് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അനന്തകൃഷ്ണൻ ഈ തട്ടിപ്പ് നടത്തി കൈപ്പറ്റിയ തുക, അതിൽ ഏതെങ്കിലും ലാലി വിൻസെന്റ് നൽകിയിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് ലാലി വിൻസെന്റ് പങ്കുണ്ടോ, ഇതിലേതെങ്കിലും കള്ളപ്പണ ഇടപാടുകളുണ്ടോ, അങ്ങനെ കാര്യങ്ങളാണ് പ്രധാനമായും ഇഡി കണ്ടെത്തുന്നത്. ഇവിടെ വെച്ച് ഈ വീട്ടിനുള്ളിൽ നിന്ന് മറ്റ് രേഖകൾ, ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ കണ്ടെത്താൻ കഴിയുമോ എന്നും ഇഡി പരിശോധിക്കുന്നുണ്ട്. ലാലി വിൻസെന്റിന്റെ കയ്യിൽ നിന്നും അനന്തകൃഷ്ണനിൽ നിന്നും വാങ്ങിയ തുകകളെല്ലാം അത് കൃത്യമായി തന്നെ അതിന്റെ രേഖകളുണ്ടോ, ബാങ്ക് അക്കൗണ്ട് റെസിപ്റ്റുകൾ അടക്കം, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളടക്കം പരിശോധിക്കുവാനാണ് ഇഡി സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇഡി സംഘം ഇവിടേക്ക് എത്തുകയും ലാലി വിൻസെന്റിൽ നിന്ന് വിശദമായ വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുന്നത്. ഇപ്പോൾ മറൈൻ ഡ്രൈവിലുള്ള ഫ്ളാറ്റിലാണ് ലാലി വിൻസെന്റ് ഉള്ളത്. ഇതിന്റെ താഴെ തന്നെയാണ് ലാലി വിൻസെന്റിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇതിന് തൊട്ടടുത്തായിരുന്നു അശോക അപ്പാർട്ട്മെന്റ്. അവിടെയാണ് ലാലി വിൻസെന്റ് തന്നെ പരിചയപ്പെടുത്തിയ അനന്തകൃഷ്ണൻ അവിടെ വന്ന് താമസിക്കുകയും പിന്നീട് അവിടെ നിന്നാണ് ഈ അനന്തകൃഷ്ണന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയും അവിടെ എത്തിയ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു. ആ 12 ഇടങ്ങളിൽ റെയ്ഡുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിലൊന്നാണ് ഈ ലാലി വിൻസെന്റിന്റെ വീട്. മറ്റൊന്ന് തിരുവനന്തപുരത്ത് ആനന്ദകുമാറിന്റെ വീട്ടിലും റെയ്ഡുണ്ട്. നവമി, ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ലാലി വിൻസെന്റിന്റെ വീട്, ഫ്ളാറ്റാണ്. മറ്റ് ഏതൊക്കെ മേഖലകളിലാണ്, എന്തൊക്കെയാണ് മനസ്സിലായിട്ടുള്ളത് നവമി?
രഞ്ജിത്ത് 12 ഇടങ്ങളിലാണ് ഇപ്പോൾ ED അന്വേഷണം നടത്തുന്നത്, അല്ലെങ്കിൽ ഒരു റെയ്ഡ് പരിശോധന നടത്തുന്നത്. ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ ആനന്ദകുമാറിന്റെ അടക്കം വീടുകളും സ്ഥാപനങ്ങളും ഒക്കെ ED പരിശോധിക്കുന്നുണ്ട്. ഇത് കൃത്യമായി തന്നെ ഇതിലൊരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് ED പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ തുടക്കത്തിൽ തന്നെ നമുക്കറിയാം വലിയ കോടികളായിരുന്നു അനന്തകൃഷ്ണൻ ഈ ഒരു പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ പാതിവിലയ്ക്ക് സാധനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് ആയിരങ്ങളായിട്ടുള്ള ആളുകളിൽ നിന്നും തട്ടിയെടുത്തിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ. ഇന്നലെ പോലും ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ പോലും കൃത്യമായി ഇതിന്റെ കണക്കുകളടക്കം പറയുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിലൊക്കെ 21 അക്കൗണ്ടുകളിലായാണ് അനന്തകൃഷ്ണൻ ഇത്തരത്തിലുള്ള പണം തട്ടിയെടുത്തത്. കോടികളാണ് അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലായി ഉള്ളത് എന്ന കണക്കുകൾ കൂടി ക്രൈംബ്രാഞ്ച് ഇന്നലെ കണ്ടെത്തിയിരുന്നു. ഇത് കൃത്യമായി തന്നെ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ലാലി വിൻസൻ, നമുക്കറിയാം മൂവാറ്റുപുഴ കോടതിയിൽ വരെ അനന്തകൃഷ്ണന് വേണ്ടി ഹാജരാകുകയും ചെയ്തിരുന്നു. ആ സമയം തന്നെ ലാലി വിൻസനെയും പ്രതിയാക്കി കേസെടുത്തിരിക്കുന്നതിനാൽ തന്റെ നിരപരാധിത്വം തെളിയിച്ചതിന് ശേഷം നമ്മൾ അല്പം മുമ്പ് കണ്ടത് ഈ ED ഉദ്യോഗസ്ഥർക്കുള്ള ഭക്ഷണമാണെന്ന് തോന്നുന്നു. അതുമായി മറ്റൊരു ഉദ്യോഗസ്ഥരകത്തെ കയറിപ്പോകുന്ന ദൃശ്യങ്ങൾ കണ്ടിരുന്നു. വലതുവശത്ത് കാണുന്നത് ആനന്ദകൃഷ്ണന്റെ വീട്ടിൽ, തിരുവനന്തപുരത്ത് സായി ഗ്രാമവുമായി ബന്ധപ്പെട്ട് ശ്രീ ആനന്ദകൃഷ്ണന്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം തന്നെയാണ്. അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, രാവിലെ 7 മണിയോടുകൂടി ED ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയെന്നാണ് മനസ്സിലാകുന്നത്. മറ്റു കാര്യങ്ങൾ എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിച്ചറിയുന്നത്? രഞ്ജിത്ത്, രാവിലെ 7 മണിക്കാണ് ആനന്ദകുമാറിന്റെ തിരുവനന്തപുരം ശാസ്തമംഗലത്തെ വീട്ടിൽ ED ഉദ്യോഗസ്ഥർ, ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുകയാണ്. ഇവിടെ സായിഗ്രാം കേരളയുടെ ഓഫീസിലേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥർ കയറി പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാനാകുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തുന്നു. രണ്ടാം സംഘമാണ് ഇവിടേക്ക് എത്തിയത്. 7 മണിക്ക് ആനന്ദകുമാറിന്റെ വീട്ടിലാണ് ആദ്യം റെയ്ഡ് തുടങ്ങിയത്. ഒരുപക്ഷെ അവിടെ നിന്ന് ലഭിച്ച രേഖകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാകാം ഈ സായിഗ്രാമിന്റെ ശാസ്തമംഗലം ജംഗ്ഷനിലുള്ള സായിഗ്രാം കേരളയുടെ ഓഫീസിലേക്ക്, ഇവിടെ സായിഗ്രാം സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസ് കൂടിയുണ്ട്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട രേഖകൾ ഇവിടെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കാരണം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട റോളാണ് ആനന്ദകുമാറിനുള്ളത്. മാത്രമല്ല ആനന്ദകുമാറിന്റെ സ്ഥാപനങ്ങൾക്കുള്ളത് വളരെ പ്രധാനപ്പെട്ട റോളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പരിശോധന. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലുള്ളത് ആനന്ദകുമാറിന്റെ വീടിന്റെ ഉൾവശമാണ്. ഇവിടെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരുടെ വാഹനമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇതിന് പുറത്ത്, മതിലിനോട് ചേർന്ന് തന്നെയാണ് ആനന്ദകുമാറിന്റെ സ്ഥലം തന്നെയാണ്, അദ്ദേഹത്തിന്റെ കെട്ടിടം തന്നെയാണ്. അവിടെ ഈ ഒരു ATM അതുപോലെ തന്നെ സ്ഥാപനങ്ങളും ഒക്കെ പ്രവർത്തിക്കും. അതിനോട് ചേർന്ന് സായിഗ്രാം കേരളയുടെ ഒരു ഓഫീസ് ബോർഡ് തന്നെ വെച്ചിട്ട് വലിയൊരു ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഓഫീസ് ഇതാണ്. സായിഗ്രാം കേരളയുടെ നഗരത്തിലുള്ള പ്രധാനപ്പെട്ട ഓഫീസാണിത്. അതിന് മുകളിൽ തന്നെ സായിഗ്രാം സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ശാസ്തമംഗലം തിരുവനന്തപുരം എന്ന വലിയ ബോർഡ് വെച്ച് അവിടെ ഒരു കോർപ്പറേറ്റ് സഹകരണ സൊസൈറ്റി പ്രവർത്തിക്കുന്നു. ഈ സൊസൈറ്റിക്കും അതുപോലെ ഈ സ്ഥാപനങ്ങൾക്കും ഈ തട്ടിപ്പിൽ പ്രധാനപ്പെട്ട റോളുണ്ട്. ആനന്ദകുമാറാണ് ഇതിന്റെ സൂത്രധാരൻ. അനന്തകൃഷ്ണൻ ഈ തട്ടിപ്പുമായി വരുമ്പോൾ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിച്ചത്, ഈ തട്ടിപ്പിന് വിശ്വാസ്യത പകർന്നു നൽകിയത് ആനന്ദകുമാർ ആണ് എന്ന വിലയിരുത്തലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും കേരള പോലീസിനും അന്വേഷണ സംഘത്തിനും ഉള്ളത്. അതുകൊണ്ടാണ് അയാളെ പ്രതി ചേർത്തത്. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ളയാളാണ് ആനന്ദകുമാർ. ഈ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോൾ ഈ റെയ്ഡ് നടക്കുന്ന ഈ ഓഫീസിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ വളരെ വിപുലമായ ഒരു സംഘം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിപുലമായ സംഘം ഈ ഓഫീസിനുള്ളിലുണ്ട്. വീട്ടിനുള്ളിൽ മറ്റൊരു സംഘമുണ്ട്. ഈ സംഘത്തിന്റെ പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒരുപക്ഷെ ഇവരുടെ രേഖകളൊക്കെ മാറ്റിയേക്കാം. എങ്കിൽ പോലും വളരെ നിർണായകമായ വിവരങ്ങൾ ഈ റെയ്ഡിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘമുള്ളത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്ത് തൊട്ടു പിന്നാലെ ഈ ഒരേ സമയം വിവിധ കേന്ദ്രങ്ങളിൽ ലാലി വിൻസന്റെയും അനന്തകുമാറിന്റെയും ഒക്കെ അനന്തകൃഷ്ണന്റെയും ഒക്കെ വിവിധ അവരുടെ വീടുകളിലും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെയാണ് റെയ്ഡ് നടത്തുന്നത്. രാവിലെ 7 മണിക്കാണ് ശാസ്തമംഗലത്ത് ആനന്ദകുമാറിന്റെ വീട്ടിൽ റെയ്ഡ് ആരംഭിച്ചത്. അവിടെ നിന്ന് ലഭിച്ച രേഖകളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകാം ഒരുപക്ഷെ ഇപ്പോൾ ഈ സായിഗ്രാമിന്റെ ഓഫീസിലും അതുപോലെ തന്നെ സായിഗ്രാം സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസിലുമൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം പരിശോധന നടത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ഇവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംഘമുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അനന്തകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. ഒരുപക്ഷെ അതിൽ നിന്ന് വിധി ഉണ്ടാകാം, തീരുമാനമുണ്ടാകാം. ജാമ്യം
നിഷേധിക്കാനുള്ള സാധ്യതയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ അറസ്റ്റിലേക്ക് അടക്കം കടന്നേക്കാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറാണോ ആദ്യം ഇയാളെ കസ്റ്റഡി എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കേരള പോലീസിന്റെ ക്രൈംബ്രാഞ്ച് സംഘമാണോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത്. ഏതായാലും അനന്തകുമാറിന് കുരുക്ക് മുറുകുകയാണ്. അദ്ദേഹം ആദ്യമൊക്കെ പറഞ്ഞത് ഈ തട്ടിപ്പ് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അനന്തകൃഷ്ണന്റെ ഇടപാടിൽ നിന്ന് പിന്മാറി, എല്ലാ തരത്തിലുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറി എന്ന ഒരു മൊഴിയാണ് ആദ്യഘട്ടത്തിൽ ആനന്ദകുമാർ നൽകിയത്. പക്ഷേ അങ്ങനെയല്ല, കൃത്യമായ പങ്ക് ആനന്ദകുമാറിനുണ്ട്, കൃത്യമായ സൂത്രധാരൻ അയാളാണ് എന്ന ഒരു വിവരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ പോലീസും പിന്നീട് പങ്കുവച്ചത്. ഈ തട്ടിപ്പിന്റെ എല്ലാ വഴികളും അറിയാമായിരുന്നു. ഈ കോൺഫെഡറേഷൻ ചെയർമാൻ സ്ഥാനം രാജിവെച്ചാൽ മാത്രം ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന കാര്യമല്ല ഇയാൾക്ക് ഇതിലുള്ള പങ്ക് എന്ന് അന്വേഷണ സംഘം ഉറപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശാസ്തമംഗലത്തെ വീട്ടിൽ റെയ്ഡിനെത്തിയിരിക്കുക. നമുക്കറിയാം, പതിറ്റാണ്ടുകളുടെ തലസ്ഥാനത്ത് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമായിരുന്നു ആനന്ദകുമാറിന്റേത്. പക്ഷേ ഇത്തരമൊരു തട്ടിപ്പ്, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ്, അതിൽ ഈ ലാഭവിഹിതമോ അല്ലെങ്കിൽ ആളുകളെ പറ്റിച്ച പണമോ ഇയാളുടെ അക്കൗണ്ടുകളിലേക്കും എത്തിയിട്ടുണ്ടെന്നതിന് തെളിവ് അന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു പരിശോധന ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട റെയ്ഡുകൾ പുരോഗമിക്കുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളെന്നാണ് മനസ്സിലാക്കേണ്ടത്. 12 ഇടങ്ങളിൽ ED സംയുക്തമായി റെയ്ഡ് നടത്തുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. അതിൽ പ്രധാനം ഈ ലാലി വിൻസെന്റ് എന്നുള്ള കോൺഗ്രസ് നേതാവ് ഇവരുടെ പങ്കാളിത്തം സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ട് ഈ പാതിവില സ്കൂട്ടർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്. രണ്ടാമതൊന്ന് ആനന്ദകുമാറിന്റെ വീടാണ്. സായി ഗ്രാമത്തിന്റെ ഡയറക്ടറാണ്. നമുക്കറിയാം, അദ്ദേഹം സായി ഗ്രാമവുമായി ബന്ധമില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട് എങ്കിൽ പോലും സജീവമായി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. NGO കോൺഫെഡറേഷൻ എന്ന സംഘടന ഉണ്ടാക്കിയാണ് അദ്ദേഹം ഇത്രയും നാൾ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആശ്രമത്തിലും വീട്ടിലും മറ്റുമായി റെയ്ഡ് നടക്കുന്നു, ഓഫീസിലും വീട്ടിലും മറ്റുമായി റെയ്ഡ് നടക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം പുറത്തു വരുന്നുണ്ട്. നിർണായകമായ തെളിവുകൾ ED സംഘത്തിന് ലഭിച്ചേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. യാതൊരു സംശയവുമില്ല, നിർണായകമായി തന്നെ ആ കാര്യങ്ങൾ ED മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ED കൂടി ഈ വിഷയത്തിൽ ഇടപെടുകയും അന്വേഷണം നടത്തുകയും റെയ്ഡ് നടത്തുകയും ചെയ്യുമ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തുവരാത്ത സുപ്രധാനമായ കാര്യങ്ങൾ പുറത്തെത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ് നൽകാനുള്ളത്. നവമി ദിനേശും BV അരുണും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. നവമി, എത്ര സമയമായി റെയ്ഡ് ആരംഭിച്ചിട്ട്? കൂടുതൽ ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? രഞ്ജിത്ത്, ഏകദേശം 1 മണിക്കൂർ ആകുന്നു ഈ ഒരു റെയ്ഡ് ആരംഭിച്ചിട്ട്. ഉദ്യോഗസ്ഥരെല്ലാവരും ഈ ഫ്ളാറ്റിനുള്ളിലാണ്. ലാലി വിൻസനും ആ ഫ്ളാറ്റിനുള്ളിൽ തന്നെയുണ്ട്. ഏറെ നിർണായകമായ കുറച്ച് കാര്യങ്ങളാണ് അന്വേഷണ സംഘം ഇപ്പോൾ ലാലി വിൻസനിൽ നിന്നും ചോദിച്ചറിയുന്നതും മറ്റ് രേഖകളടക്കം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയായ അനന്തകൃഷ്ണനിൽ നിന്നും വക്കീൽ ഫീസ് മാത്രമാണ് തനിക്ക് ലഭിച്ചതെന്നായിരുന്നു അഡ്വക്കേറ്റ് ലാലി വിൻസൻ ഇതിനോടകം തന്നെ മാധ്യമങ്ങളോടക്കം പറഞ്ഞത്. ഇത് 2 വർഷത്തിനിടയിൽ വക്കീസ് ഫീസ് ഇനത്തിൽ 40 ലക്ഷം രൂപയാണ് ലഭിച്ചത്. മറ്റ് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് ലാലി വിൻസൻ പറയുന്നത്. പക്ഷേ ഇത് അന്വേഷണ സംഘം അല്ലെങ്കിൽ ED അത് മുഖവുരയ്ക്കെടുത്തിട്ടില്ല. കാരണം 2 വർഷത്തിനിടയിൽ ഈ 40 ലക്ഷം രൂപ മാത്രമാണോ ലാലി വിൻസന് കിട്ടിയിട്ടുള്ളത്? കാരണം അത്ര വലിയ കോടികളുടെ തട്ടിപ്പാണ് അനന്തകൃഷ്ണൻ ഇവിടെ നടത്തിയിരിക്കുന്നത്. അനന്തകൃഷ്ണന്റെ 21 അക്കൗണ്ടുകളിലായി ഏകദേശം കോടികളാണ് ഉണ്ടായിരിക്കുന്നത്, കണ്ടെത്തിയിരിക്കുന്ന ED ഈ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ, കൂടുതൽ തുക ലാലി വിൻസന് ലഭിച്ചിട്ടുണ്ടോ എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചറിയുന്നത്. ലാലി വിൻസനും ഈ ഫ്ളാറ്റിൽ തന്നെയാണുള്ളത്. രാവിലെയാണ് അന്വേഷണ സംഘം ഇവിടെ എത്തി റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനമായും ലാലി വിൻസനിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഒരു ED ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നേരത്തെ ഈ ഉദ്യോഗസ്ഥൻ തന്നെയാണ് നേരത്തെ ഇവിടെ അകത്തേക്ക് ആഹാരവുമായി എത്തിയിരിക്കുന്നത്. ലാലി വിൻസൻ അടക്കം ഈ ഫ്ളാറ്റിന്റെ ഉള്ളിലുണ്ട്. ലാലി വിൻസനിൽ നിന്ന് വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ എത്ര തുകയാണ് കൈപ്പറ്റിയിരിക്കുന്നത്, അക്കൗണ്ട് വഴിയാണോ കൈപ്പറ്റിയിരിക്കുന്നത്, അല്ലെങ്കിൽ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിൽ നിന്നും ലാലി വിൻസന്റെ അക്കൗണ്ടുകളിലേക്ക് എത്ര രൂപയാണ് ലഭിച്ചിരിക്കുന്നത്. ഈ 40 ലക്ഷം തന്നെയാണെന്നാണ് തുടക്കം മുതൽ ലാലി വിൻസൻ പറയുന്നത്. അത് തന്നെ ഈ സ്ഥാപനത്തിന്, അനന്തകൃഷ്ണൻ നടത്തുന്ന സ്ഥാപനത്തിന്റെ ലീഗൽ അഡ്വൈസറായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. അതിന്റെ ഫീസായി മാത്രമേ ഈ 40 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുള്ളൂ. മറ്റു തരത്തിലുള്ള തുകകളൊന്നും പറ്റിയിട്ടില്ല, മറ്റ് സാമ്പത്തിക ലാഭമൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് ലാലി വിൻസൻ പറയുന്നത്. പക്ഷേ അനന്തകൃഷ്ണനുമായി അത്രയേറെ അടുപ്പമുള്ള ഒരു വ്യക്തി ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അനന്തകൃഷ്ണൻ നടത്തിയ ഇത്രയും വലിയൊരു തട്ടിപ്പ് അറിയാതിരിക്കുക എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ടോ എന്നൊരു സംശയമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ടാണ് കൃത്യമായി ലാലി വിൻസനിൽ നിന്നും
ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുക, ആവശ്യമായ തെളിവുകൾ ശേഖരിക്കുക എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇഡി സംഘം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എത്ര പേരാണ് ഉള്ളിലുള്ളതെന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഉദ്യോഗസ്ഥർ അകത്തുണ്ടായിരുന്നു. അതിനുശേഷം അല്പസമയം മുമ്പാണ് ഒരു ഉദ്യോഗസ്ഥൻ ആഹാരവുമായി ഉള്ളിലേക്ക് വരികയെന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ലാലി വിൻസന്റെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാമായിരുന്നു. ലാലി വിൻസൻ ആ വീട്ടിന്റെ ഉള്ളിലുണ്ട്. ലാലി വിൻസനോട് കൃത്യമായി ചോദിച്ചറിയുകയാണ് എന്തൊക്കെയാണ്, എത്ര രൂപയാണ് അനന്തകൃഷ്ണനിൽ നിന്നും കൈപ്പറ്റിയത്, അക്കൗണ്ട് വഴിയാണോ, അല്ലെങ്കിൽ അനന്തകൃഷ്ണന്റെ ഇത്രയും വലിയൊരു തട്ടിപ്പ് എന്തുകൊണ്ടാണ് ലീഗൽ അഡ്വൈസറായ ലാലി വിൻസൻ അറിഞ്ഞിരുന്നില്ല എന്നീ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ലാലി വിൻസൻ പറയുന്നത് രണ്ട് വർഷമായി ഈ ഒരു അനന്തകൃഷ്ണൻ നടത്തുന്ന സ്ഥാപനത്തിന്റെ ലീഗൽ അഡ്വൈസറായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന്. അത്രയേറെ ഇപ്പോഴും അനന്തകൃഷ്ണൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ലാലി വിൻസൻ ഉറപ്പിച്ച് പറയുന്നത്. പക്ഷേ ഇത്രയും വലിയൊരു തട്ടിപ്പ് അനന്തകൃഷ്ണൻ നടത്തിയിട്ടുണ്ടെന്ന് പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കണ്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അനന്തകൃഷ്ണന്റെ 21 അക്കൗണ്ടുകളായി കോടികളാണ് ഉള്ളതെന്ന് കൂടി കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം നിരവധി പരാതികൾ, ഇപ്പൊ തന്നെ 1000 കടന്നു പരാതികൾ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി പരാതികൾ ലഭിച്ചു. ഇവരിൽ നിന്നെല്ലാം സ്കൂട്ടർ അല്ലെങ്കിൽ തയ്യൽ മെഷീന്, AC അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് വാഗ്ദാനം നൽകിക്കൊണ്ടാണ്, പകുതി വിലയ്ക്ക് ഇവയെല്ലാം നൽകുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഇത്രയേറെ പണം തട്ടിയെടുത്തത്. ഇതെല്ലാം കോടികൾ അനന്തുവിന്റെ അക്കൗണ്ടുകളുണ്ട്. പക്ഷെ ബാക്കി പണമൊക്കെ എവിടെ പോയെന്നറിയില്ല. സ്വത്തുക്കളായിട്ടൊക്കെ അനന്തകൃഷ്ണൻ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം പോലീസ് ക്രൈംബ്രാഞ്ചും കണ്ടുകെട്ടുകയെന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ ലീഗൽ അഡ്വൈസറായി അനന്തകൃഷ്ണനോടൊപ്പം നിൽക്കുന്ന, അനന്തകൃഷ്ണനോടൊപ്പം പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ലാലി വിൻസൻ എന്തുകൊണ്ട് ഇതൊന്നും അറിഞ്ഞില്ല? അല്ലെങ്കിൽ ഈ 40 ലക്ഷം രൂപ മാത്രമാണോ ലാലി വിൻസനിൽ നിന്നും അനന്തകൃഷ്ണനിൽ നിന്നും ലാലി വിൻസൻ കൈപ്പറ്റിയത്? അങ്ങനെ നിരവധി സംശയങ്ങൾ ഇടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിലൊരു കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയത്തിലേക്ക് അന്വേഷണ സംഘം എത്തി നിൽക്കുകയും അതിന്റെ കൂടുതൽ രേഖകൾ ശേഖരിക്കുന്നതിന് വേണ്ടി, കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലാലി വിൻസന്റെ ഫ്ളാറ്റിലെത്തി ED സംഘം വിശദമായി ചോദ്യം ചെയ്യുന്നത്. ഒപ്പം ആവശ്യപ്പെട്ട രേഖകളൊക്കെ സമർപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ രേഖകളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു റെയ്ഡ്, ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലാലി വിൻസന്റെ ഫ്ളാറ്റിൽ നടക്കുന്നത്. ലാലി വിൻസൻ പറഞ്ഞിരുന്നു അനന്തകൃഷ്ണനുമായി പരിചയമുണ്ട്, അനന്തകൃഷ്ണന്റെ സ്ഥാപനത്തിന്റെ ലീഗൽ അഡ്വൈസറായിട്ടാണ് താൻ പ്രവർത്തിച്ചിരുന്നതെന്ന്. അങ്ങനെ ഒരു ബന്ധമാണ് ലാലി വിൻസനും അനന്തകൃഷ്ണനുമായിട്ടുള്ളത്. പക്ഷെ അതിൽ ഈ സാമ്പത്തിക കൈമാറ്റത്തിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായി നടത്തിയ കൈമാറ്റത്തിലാണ് ഒരു അന്വേഷണ സംഘത്തിന് അല്ലെങ്കിൽ ഇഡിക്ക് ഒരു സംശയം നിലനിൽക്കുന്നത്. അതിന്റെ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി, കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഈ റെയ്ഡ് നടക്കുന്നത്. എന്തായാലും 1 മണിക്കൂറോളമായി ഇപ്പോൾ ഈ റെയ്ഡ് പുരോഗമിക്കുന്നുണ്ട്. ലാലി വിൻസന്റെ ഫ്ളാറ്റും ഇവിടെയാണ്. ഇതിന്റെ തൊട്ട് താഴെ തന്നെയാണ് ലാലി വിൻസന്റെ ഈ ഓഫീസും പ്രവർത്തിക്കുന്നത്. അവിടെയും ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെയും എത്തി കൂടുതൽ വിശദാംശങ്ങൾ, കൂടുതൽ തെളിവുകൾ ശേഖരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രഞ്ജിത്ത്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന്, ഇന്നലെ ഈ ലാലി വിൻസന്റെ ഇന്നലെ ക്രൈംബ്രാഞ്ച് ഇന്നലെ കോടതിയിൽ സമർപ്പിച്ചിരുന്ന റിപ്പോർട്ടിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ഈ അനന്തകൃഷ്ണന്റെ രേഖകൾ, അല്ലെങ്കിൽ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ അത് കടത്തിക്കൊണ്ടു പോയിരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്നു, കൃത്യമായി രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ക്രൈംബ്രാഞ്ച് ഇന്നലെ സമർപ്പിച്ച കസ്റ്റഡി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ വളരെ നിർണായകമാണ്. ഇനി ഈ ലാലി വിൻസൻ ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ED സംഘം വരും, അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണവും പരിശോധനയും ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും തരത്തിലുള്ള രേഖകൾ ഇവിടെ നിന്ന് മാറ്റുവാനോ, അല്ലെങ്കിൽ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ തിരിമറി നടത്തുവാനോ ഒക്കെ ശ്രമിക്കാനുള്ള ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. കാരണം ഇന്നലെ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അനന്തകൃഷ്ണന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കമ്പ്യൂട്ടറിലെ കൃത്യമായിട്ടുള്ള രേഖകൾ, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലെ വിശദമായിട്ടുള്ള രേഖകൾ, ഇതെല്ലാം തന്നെ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് കോടതിയിൽ ഇന്നലെ ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇന്നത്തെ ഈ ഒരു EDയുടേതായിട്ടുള്ള പരിശോധന അത് ഏറെ നിർണായകം കൂടിയാണ്. കൃത്യമായിട്ടുള്ള രേഖകൾ കൈപ്പറ്റുക, ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും ED അന്വേഷിക്കുന്നത്. കാരണം അത്ര കോടികളാണ് അനന്തകൃഷ്ണന്റെ അക്കൗണ്ടുകളിലേക്ക് വരുന്നതും അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ടവർക്ക്, ഈ ലാലി വിൻസൻ, ആനന്ദകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ
അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന് അനന്തകൃഷ്ണൻ സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ 40 ലക്ഷം രൂപ മാത്രമാണോ ലാലി വിൻസെന്റിന് ഈ നിയമോപദേശക എന്ന രീതിയിൽ കൈപ്പറ്റിയത്, അതോ കൂടുതൽ തുക ലാലി വിൻസെന്റ് അനന്തകൃഷ്ണൻ കൊടുത്തിട്ടുണ്ടോ എന്നതും കൂടി പ്രധാനമായും ഇഡിക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ ഒരു റെയ്ഡ് നടക്കുന്നത്. ഈ റെയ്ഡ് കഴിഞ്ഞതിന് ശേഷം ഉദ്യോഗസ്ഥർ പ്രതികരിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം അത്ര നിർണായകമായിട്ടുള്ള ഒരു റെയ്ഡ് തന്നെയാണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്നത്. ഈ ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റ് ഇവിടെ തന്നെയാണ്, ഇതിന്റെ താഴെ തന്നെയാണ് ലാലി വിൻസെന്റിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇവിടേക്ക് എത്തി കൂടുതൽ വിശദാംശങ്ങൾ, കൂടുതൽ രേഖകൾ ശേഖരിക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് തീർച്ചയായും അവിടെ കൊച്ചിയിൽ ലാലി വിൻസെന്റിന്റെ വീട്ടിൽ ഫ്ളാറ്റിൽ റെയ്ഡ് നടക്കുന്നു. മറുവശത്ത് സായി ഗ്രാമം എന്ന ആനന്ദകുമാറിന്റെ സങ്കേതത്തിലുള്ള റെയ്ഡ് പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വി അരുൺ അവിടെ തുടരുന്നുണ്ട്. അരുണ്, റെയ്ഡ് പുരോഗമിക്കുകയാണ്, കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട്. കുറെ സമയം ഉദ്യോഗസ്ഥർ ഇവിടെ ചിലവഴിക്കുമെന്നും ആനന്ദകുമാറിനെ അടക്കം ചോദ്യം ചെയ്യുമെന്നും കരുതാം. അങ്ങനെ വേണം കരുതാൻ. ആനന്ദകുമാർ ഇവിടെ വീട്ടിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം വീട്ടിനകത്തുണ്ട് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഏതായാലും രാവിലെ 7 മണിക്കാണ് റെയ്ഡ് തുടങ്ങിയത്. കൂടുതൽ രേഖകൾ ഇവിടെ നിന്ന് പിടിച്ചെടുക്കാനുള്ള ശ്രമമുണ്ട് ഉദ്യോഗസ്ഥർക്ക്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഇത്രയധികം ദിവസം ഇവർക്ക് ലഭിച്ചു എന്നുള്ള വസ്തുതയാണ്. ഈ തട്ടിപ്പ് പുറത്തു വന്ന ശേഷം തന്നെ ആഴ്ചകൾ പിന്നിടുന്നു. അതിനു മുമ്പ് തന്നെ സ്വാഭാവികമായും ഇത് ഒരു തട്ടിപ്പിലേക്ക്, ഒരു ക്രമക്കേടിലേക്ക് പോകുന്നു. ഇതിൽ പോലീസിന്റെ കേസെടുക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മറ്റന്വേഷണങ്ങളിലേക്ക് പോകുന്നു എന്ന് ഏറെക്കുറെ ഇവർക്ക് ഉറപ്പായിരുന്നു, ഈ ആനന്ദകുമാർ ഉൾപ്പെടെയുള്ളവർക്ക്. അതുകൊണ്ടാണ് അയാൾ ഒരു ഘട്ടം വന്നപ്പോൾ ഈ കോൺഫെഡറേഷനിൽ നിന്ന് പിന്മാറിയത്. അതുകൊണ്ട് തന്നെയാകും സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ ഇവിടെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഈ സായി ഗ്രാമിന്റെ മറ്റ് ഇടപാടുകൾ രേഖകൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകണം. സായിഗ്രാം സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രേഖകൾ ഇവിടെ ഉണ്ടാകണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുമെന്ന് ഉറപ്പാണ്. അവർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരിശോധന നടത്തുമെന്ന് ഉറപ്പാണ്. എത്രത്തോളം രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് തെളിയിക്കാനും അല്ലെങ്കിൽ ആനന്ദകുമാറിന്റെയും അനന്തകൃഷ്ണന്റെയും ഒക്കെ ബന്ധം, ഇടപാടുകൾ കണ്ടെത്താനും തക്ക തെളിവുകൾ ലഭിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും വളരെ പ്രധാനപ്പെട്ട രേഖകൾ ഇവിടെ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. അതുകൊണ്ടാണ് ഇത്തരമൊരു റെയ്ഡ്, വളരെ വിപുലമായ ഒരു സംഘവുമായി ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡിന് എത്തിയത്. രാവിലെ 7 മണിക്ക് തുടങ്ങിയ റെയ്ഡ് ഇപ്പോൾ തുടരുകയാണ്. NGO കോൺഫെഡറേഷന്റെ മറ്റ് ഓഫീസുകളിലും ഈ സമയത്ത് റെയ്ഡുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ലാലി വിൻസെന്റും അതുപോലെ ആനന്ദകുമാറുമായി ബന്ധപ്പെട്ട ആളുകൾ, അവരുമായി അടുപ്പമുള്ള ആളുകളുടെ വീടുകളിലും ഓഫീസുകളിലും റെയ്ഡ് ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഒരേ സമയം റെയ്ഡ് നടത്തി പരമാവധി രേഖകൾ, തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ഈ സായിഗ്രാം കേരള, അദ്ദേഹം ഈ സായിഗ്രാം കേരളയുടെ പ്രധാനികളിൽ ഒരാളാണ് ആനന്ദകുമാർ. NGO കോൺഫെഡറേഷന്റെ ചെയർമാനായിരുന്നു. പക്ഷേ ഈ തട്ടിപ്പ് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് താൻ ചെയർമാൻ സ്ഥാനം ഒഴിയുകയായിരുന്നു എന്നാണ് ആദ്യഘട്ടത്തിലൊക്കെ ആനന്ദകുമാർ പറഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, വളരെ നിർണായകമായ സ്ഥാനം ഈ NGO കോൺഫെഡറേഷനിലും അതുപോലെ തന്നെ ഈ പാതിവില തട്ടിപ്പ് രീതിയിലും ഇയാൾക്കുണ്ട്. ഇതിന്റെ കൃത്യമായ ബോധ്യം ഇയാൾക്കുണ്ടായിരുന്നു. അതിന്റെ ലാഭവിഹിതമോ അല്ലെങ്കിൽ ആളുകളിൽ നിന്ന് പിടിച്ചെടുത്ത പണമോ വലിയൊരളവിൽ ആനന്ദകുമാർ ലഭിച്ചിട്ടുണ്ടെന്നതിന് തെളിവുകൾ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് അയാളെ ചില കേസുകളിൽ പ്രതി ചേർത്തത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് മുൻകൂർ ജാമ്യാപേക്ഷമായി തിരുവനന്തപുരം സെഷൻസ് കോടതി 3-നെ ആനന്ദകുമാർ സമീപിച്ചത്. അതിൽ ഇന്ന് വിധി പറയാൻ തന്നെയാണ് സാധ്യത. 11 മണിയോട് കേസ് പരിഗണിക്കുമ്പോൾ ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തീരുമാനമുണ്ടാകും. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ അന്വേഷണവും മറ്റും നടക്കുന്ന ഘട്ടത്തിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവെന്ന് വേണം. തീർച്ചയായും അങ്ങനെയാണ് സാഹചര്യം. ഏതായാലും റെയ്ഡ് പുരോഗമിക്കുകയാണ്. 12ഓളം ഇടങ്ങളിലാണ് ആനന്ദകുമാറിന്റെ വീട്ടിലുണ്ട്. അനന്തകൃഷ്ണന്റെ തൊടുപുഴയിലെ വീട്ടിലും റെയ്ഡ് നടക്കുന്നു എന്നുള്ള വിവരം, ഓഫീസിലും മറ്റും റെയ്ഡ് നടക്കുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ? അങ്ങനെ